السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. وامتازوا اليوم أيها المجرمون ألم أعهد إليكم يا بني آدم ألا تعبدوا الشيطان إنه لكم عدو مبين وأن اعبدوني هذا صراط مستقيم. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, വിശ്വാസികളെ, സൂറത്ത് യാസീനിൽ 58 ആയത്തുകളാണ് ഇതുവരെയായി നമ്മൾ വിശദീകരിച്ചത്. 59, 60, 61 സൂക്തങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളെ പാരായണം ചെയ്ത് കേൾപ്പിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളെ മാനിച്ചുകൊണ്ട് ജീവിക്കുന്ന വിശ്വാസികളായ ആളുകൾ സ്വർഗീയാരാമത്തിൽ അവർ വളരെ ആഹ്ലാദത്തിലും സന്തോഷത്തിലും മുഴുകിക്കൊണ്ടിരിക്കുമെന്നും അവർ മാത്രമല്ല, വിശ്വാസത്തിൽ അവരോട് തുടർന്നിട്ടുള്ള അവരുടെ ഇണകളും മാതാപിതാക്കളും ബന്ധപ്പെട്ടവരുമൊക്കെ വളരെയേറെ ആനന്ദത്തിലും ഉല്ലാസത്തിലുമായിക്കൊണ്ട് സ്വർഗീയ തണലുകളിൽ അവർ ആസ്വാദനങ്ങളുടെ ലോകത്തായിരിക്കുമെന്നും ഇഷ്ടപ്പെടുന്നതും ആഗ്രഹിക്കുന്നതുമെല്ലാം അവർക്കവിടെ നൽകപ്പെടുമെന്നും റഹീമായ റബ്ബിൽ നിന്നുള്ള ഏറ്റവും വലിയ ആശീർവാദമായ അവൻ്റെ സലാമിന്, ശാന്തിയുടെ പ്രത്യേകമായ അഭിവാദനങ്ങൾക്കവർ സദാ അർഹരായിക്കൊണ്ടിരിക്കും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ ആയത്തുകളിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്. എന്നാൽ നരകവാസികളായ പാപികളായ ആളുകളോട് അള്ളാഹുവിൻ്റെ പെരുമാറ്റവും അവരോടുള്ള സംഭാഷണവും അവരോടുള്ള സംസാരങ്ങളുമാണ് തുടർന്ന് ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ള ആയത്തിലും ശേഷം വരുന്ന ഏതാനും ആയത്തുകളിലുമൊക്കെ അള്ളാഹു വിവരിച്ചു തന്നിട്ടുള്ളത്. വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ, കുറ്റവാളികളായ ആളുകളോട് അള്ളാഹു പറയുന്നതാണിത്. വംതാസു, നിങ്ങൾ മാറി നിൽക്കുവീൻ, വേറിട്ട് നിൽക്കുവീൻ. ഇംതാസ എന്ന് പറഞ്ഞാൽ കൂട്ടത്തിൽ നിന്ന് വേറൊരു ടീമായി മാറ്റി നിർത്തുക, മാറി നിൽക്കുന്നതിനാണ് പറയുക. വംതാസു, നിങ്ങൾ മാറി നിൽക്കുവീൻ, വേറിട്ട് നിൽക്കുവീൻ. അല്യവും, ഇന്നത്തെ ദിവസം. ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ പരലോകത്ത് മഹ്ശറിൽ അവിടെ അള്ളാഹു പ്രത്യേകം സ്വർഗവാസികളായ ആളുകളെ അവർക്ക് സ്വർഗത്തിലേക്ക് പോകുവാനുള്ള അനുവാദങ്ങളൊക്കെ നൽകി ഇവരോടുള്ള പ്രത്യേകമായ നിർദ്ദേശമാണ്, നിങ്ങളിവിടെ നിൽക്ക്. ഒംതാസു, നിങ്ങൾ മാറി നിൽക്കുവീൻ. അല്യവും, ഇന്നത്തെ ദിവസം. ആരോടാ സംസാരം? അയ്യുഹൽ മുജ്രിമൂൻ, ഹേ കുറ്റവാളികളെ. മുജ്രിം എന്ന് പറഞ്ഞാൽ കുറ്റം ചെയ്തവൻ, പാപം ചെയ്തവൻ. മുജ്രിം ആണ് മുജ്രിമീൻ. മുജ്രിമൂൻ, അയ്യുഹൽ മുജ്രിമൂൻ, ഹേ കുറ്റവാളികളെ, നിങ്ങൾ മാറി നിൽക്കുവീൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട്, കൂട്ടത്തിൽ നിൽക്കുവാൻ പോലും നിങ്ങൾ യോഗ്യരല്ല. പരലോക കോടതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആളുകളെ ടീമായി തിരിക്കുമ്പോൾ 2 ടീമാണ് അവിടെ ഉണ്ടാവുക. ഫരീഖും ഫിൽ ജന്ന വ ഫരീഖും ഫിസ് സഈർ. ഒരു കൂട്ടർ സ്വർഗത്തിലേക്കുള്ള ആളുകൾ, മറുകൂട്ടർ നരകത്തിലേക്കുള്ള ആളുകളാണ്. സ്വർഗവാസികളുടെ കൂടെ ചേർന്ന് നിൽക്കുവാനുള്ള യോഗ്യതയും അവകാശം പോലും ഇന്നത്തെ ദിവസം നിങ്ങൾക്കില്ല. കുറ്റവാളികളെ, പാപികളെ, മാറി നിൽക്കൂ, വേറിട്ട് നിൽക്കൂ അവരുടെ കൂട്ടത്തിൽ നിന്ന്. നിങ്ങൾ വേറെ തന്നെ നിൽക്കണം.
അതെന്തിനാണ്? ഒരു കൂട്ടത്തിൽ നിന്ന് ആളുകളെ മാറ്റി നിർത്തുന്നത് എന്തിനാ? അത് തന്നെയും അവർക്കുള്ള തൗബീഖാണ്, അവഹേളനമാണ്, അവരെ അപമാനിക്കലും നിന്ദിക്കലുമാണ്. ഖുർആൻ വ്യാഖ്യാതാക്കൾ പറഞ്ഞിട്ടുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളുടെ പ്രതിഫലം ഇവിടെ മുമ്പത്തെ ആയത്തിൽ പറഞ്ഞല്ലോ. അവര് വളരെ ആസ്വാദനങ്ങളിലും ഉല്ലാസങ്ങളിലുമായിരിക്കുമെന്ന്. ഉടനെ തന്നെ കുറ്റവാളികളുടെ അവസ്ഥയാണ് ഇവിടെ പറയുന്നത്. അവരോട് പറയും, തമയ്യസൂ അനിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കിനടാ. വകൂനു അലാ ഹിദ, നിങ്ങൾ ഒറ്റക്ക് മാറി വേറെ നിൽക്ക്. എന്തിനാ? ലിയുവബ്ബിഖഹും, കണ്ടോ, അലാ റൂസിൽ അശ്ഹാദി ഖബ്ല അൻ നുദ്ഖിലഹുമുൻ നാർ, നരകത്തിലേക്ക് അവരെ പ്രവേശിപ്പിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ ജനകോടികളുടെ മുമ്പിൽ വെച്ച് അവരെ അവഹേളിക്കലാണത്, അവരെ നിന്ദിക്കലാണത്. പരലോക കോടതിയിൽ വരുന്ന അപമാനമാണത്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പോലും തേടി, മഹാനവറുകൾക്ക് തേടേണ്ട ഒരു ആവശ്യമില്ല. പക്ഷേ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പോലും റബ്ബിനോട് തേടിയിട്ടുണ്ട്. എന്ത്? ലാ തുഹ്സിനി യൗമ യുബ്അസൂൻ യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ, സമ്പത്തും സന്താനങ്ങളുമൊന്നും ഉപകരിക്കാത്ത ദിവസം, അല്ലാഹുവേ നീ എന്നെ, ലാ തുഹ്സിനി യൗമ യുബ്അസൂൻ, ജനകോടികൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസത്തിൽ നീ എന്നെ അപമാനിക്കരുതേ. ഖിസി, അപമാനം. പല പാപങ്ങളെക്കുറിച്ചും ഖുർആൻ പറഞ്ഞിടത്ത് ലഹും ഫിദ്ദുന്യാ ഖിസിയുൻ വഫിൽ ആഖിറതി അദാബുൻ അളീം, ഒരു വമ്പിച്ച ശിക്ഷയുണ്ട്, ദുന്യാവിൽ ഖിസിയുണ്ട്, പരലോകത്തുള്ള അപമാനങ്ങളുണ്ട്, എല്ലാമുണ്ട്. വലിയ അപമാനമാണ്, മനുഷ്യനെ അപമാനിക്കുന്ന ഏറ്റവും വലിയ രംഗമാണത്. അതുകൊണ്ട് റബ്ബേ നീ എന്നെ അവഹേളിക്കരുതേ, നീ എന്നെ വഷളാക്കരുതേ എന്നിങ്ങനെ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ പ്രാർത്ഥനയിൽ പോലും നമ്മളത് കാണുകയാണ്. അപ്പം ഇവിടെ നരകശിക്ഷയിലുള്ള അവഹേളനവും നരകശിക്ഷയുടെ കടുപ്പൊക്കെ വരാൻ കിടക്കുന്നില്ല. അതിന് മുമ്പ് തന്നെ മഹ്ശറിൽ തന്നെ ജനകോടികളുടെ മുമ്പിൽ വെച്ച് അപമാനിക്കണം. മാറി നിൽക്കടാ, ഞാനൊന്നും ആരോ കൂട്ടത്തിൽ നിൽക്കാനുള്ള യോഗ്യത പോലും നിനക്കില്ല, കേട്ട് വേറിട്ട് നിൽക്ക്, മാറി നിൽക്ക്. അങ്ങനെയല്ലേ കൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തുമ്പോൾ അവരോട് അതിശക്തമായ പരുഷമായ പെരുമാറ്റം കാണിക്കുമ്പോൾ തന്നെ പറയാം, എന്താണ്? മാറി നിൽക്കടാ, ഞാൻ എന്താ അവിടെ പോയി നിൽക്കണം, അവിടെ നിൽക്കാൻ എനിക്ക് യോഗ്യത, ഇങ്ങോട്ട് മാറി നിൽക്ക്. അങ്ങനെ കുറ്റവാളികളെ മാറ്റി നിർത്തുന്നു. നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. പാപികളായ ആളുകൾക്ക് വരാനിരിക്കുന്ന പരലോകത്തുള്ള അപമാനങ്ങളിൽ ഒരപമാനം അത് തന്നെയാണ്. അവർ വഷളാക്കപ്പെടുന്നു എന്നാണ് ജനകോടികളുടെ മുമ്പിൽ വെച്ച്. പരിശുദ്ധ ഖുർആൻ തന്നെ വേറെയും സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, വയൗമ തഖൂമുസ്സാഅ യൗമഇദിൻ യതഫറഖൂൻ, അന്ത്യനാള് സംഭവിക്കുമ്പോൾ അന്നത്തെ ദിവസം യതഫറഖൂൻ, അവർ വേർതിരിച്ച് നിർത്തപ്പെടും. ഫഅമ്മല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാത്തി ഫഹും ഫീ റൗദത്തിൻ യുഹ്ബറൂൻ, സത്യവിശ്വാസവും സൽക്കർമ്മവും കൈമുതലായി ജീവിച്ച ആളുകൾ സ്വർഗത്തോപ്പുകളിൽ അവർ ഉല്ലസിക്കുമ്പോൾ, വഅമ്മല്ലദീന കഫറൂ വകദ്ദബൂ ബിആയാതിനാ വലിഖാഇൽ ആഖിറ ഫഉലൈക ഫിൽ അദാബി മുഹ്ദറൂൻ, അല്ലാഹുവിൻ്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തിയവർ, അതിനോട് നിഷേധാത്മക നയം സ്വീകരിച്ചവർ, റബ്ബിൻ്റെ വചനങ്ങളെ കളവാക്കിയവർ, റബ്ബിനെ കണ്ടുമുട്ടണമെന്ന പേടിയില്ലാതെ താന്തോന്നികളായി ജീവിച്ചവർ, അവർക്കൊക്കെയുള്ള സ്ഥാനം ഫിൽ അദാബി മുഹ്ദറൂൻ, അവർ ശിക്ഷയിൽ ഹാജരാക്കപ്പെടുന്നവരായിരിക്കും എന്ന് സൂറത്ത് യൂനുസിലെ 28-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം. വയൗമ നഹ്ശുറുഹും ജമീഅ സുമ്മ നഖൂലു ലില്ലദീന അശ്റകൂ മകാനകും അൻതും വശുറകാഉകും ഫസയ്യൽനാ ബൈനഹും വയൗമ നഹ്ശുറുഹും ജമീഅ, പരലോക കോടതിയുടെ അവസ്ഥ പറയും. നാം അവരെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്ന ദിവസം ജനകോടികൾ മുഴുവനും അവിടെ എത്തി നിൽക്കുകയാണ്. സുമ്മ നഖൂലു, പിന്നീട് നാം പറയും, അല്ലാഹ് പറയണം, ലില്ലദീന അശ്റകൂ, അല്ലാഹുവിൽ പങ്കു ചേർത്തിട്ടുള്ള ആളുകളോട് പറയും, മക്കാനക്കും, നിൽക്കടാ അവിടെ. ആ പ്രയോഗം അതാണ്, മക്കാനക്കും, അവിടെ നിൽക്ക്. അൻതും, നിങ്ങളും, വശുറക്കാവുക്കും, നിങ്ങളുടെ സഹായികളാണെന്ന് നിങ്ങൾ ജൽപ്പിച്ചിരുന്ന നിങ്ങളുടെ പങ്കാളികളായിട്ട്, അവരുടെ കൽപ്പന പ്രകാരം നിങ്ങൾ അവരെ ആരാധിച്ച നിങ്ങളുടെ പങ്കാളികളില്ലേ, അവരും അവിടെ നിൽക്കട്ടെ. അങ്ങനെ ഫസയ്യൽനാ ബൈനഹും, അവർക്കിടയിൽ നാം ഇങ്ങനെ വേർതിരിച്ച് തന്നെ ജനകോടികളുടെ മുമ്പിൽ അപമാനിതരായിട്ടുള്ള ഒരു നൃത്തമുണ്ട്, അവരെ മാറ്റി നിർത്തുന്ന ഒരു രംഗമുണ്ട്
എന്ന് അല്ലാഹു തആല പറയുകയാണ്. വഹ്ശുറുൽ ലദീന ളലമു സൂറത്തു സാഫാത്തിലെ 22-23 ആയത്തുകളിൽ വീണ്ടും കാണാം. വഹ്ശുറുൽ ലദീന ളലമു വഅസ്വാജഹും വമാ കാനൂ യഅ്ബുദൂന മിൻ ദൂനില്ലാഹ് ഫഹ്ദൂഹും ഇലാ സിറാത്തിൽ ജഹീം. വഹ്ശുറൂ, മലക്കുകളോടുള്ള ഓർഡറാണ്. വഹ്ശുറൂ, ഒരുമിച്ച് കൂട്ടൂ, അല്ലദീന ളലമു, അക്രമികളായ ആളുകളെയും, വഅസ്വാജഹും, അവരുടെ ഇണകളെയും, അവരുടേതായ ആ നടപടികളിലൊക്കെ അവരെ ഫോളോ ചെയ്ത തെമ്മാടികളായി തന്നെ ജീവിച്ച അവരുടെ ഭാര്യമാര്, ഭർത്താക്കന്മാരെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടൂ. വമാ കാനൂ യഅ്ബുദൂന മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിന് പുറമേ അവരാരെയൊക്കെ ആരാധിച്ചുവോ, അവരുടെയൊക്കെ കൽപ്പന പ്രകാരം ആരെയൊക്കെ ആരാധിച്ചുവോ, അവരുടെയൊക്കെ കൽപ്പന പ്രകാരം എന്ന് ഞാൻ അടിവരയിട്ട് പറയുന്നത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം അല്ലാഹുവല്ലാത്ത പലരെയും പലരും ആരാധിച്ചിട്ടുണ്ട്. അവരറിയാതെ ആരാധിച്ചിട്ടുണ്ട്, അവരുടെ കൽപ്പനയില്ലാതെ ആരാധിച്ചിട്ടുണ്ട്, അവരുടെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി ആരാധിച്ചിട്ടുണ്ട്. ഈസാ നബി അലൈഹിസ്സലാമിനെയും മറിയം ബീവിയെയും ജനങ്ങൾ ആരാധിച്ചത് അവർ കൽപ്പിച്ചിട്ടല്ല. പരലോക കോടതിയിൽ അള്ളാഹുവിൻ്റെ വിചാരണയുണ്ടാകുമ്പോൾ ഈസാ നബി അലൈഹിസ്സലാമിനോടും മറിയം ബീവിയോടും ചോദിക്കും, അൻത ഖുൽത ലിന്നാസ് ഇത്തഖ്ദൂനി വ ഉമ്മിയ ഇലാഹൈനി മിൻ ദൂനില്ലാഹ്, എന്നെയും എൻ്റെ ഉമ്മാനെയും അള്ളാഹുവിന് പുറമേ നിങ്ങൾ ഇലാഹുകളാക്കി, ഞങ്ങളോട് പ്രാർത്ഥിച്ച് ഞങ്ങൾക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിച്ച് ഞങ്ങളുടെ മുമ്പിൽ നിന്ന് വിനയത്തോടെ നിന്ന് ഞങ്ങളെ ആരാധിക്കുവാൻ നിങ്ങളെങ്ങാനും കൽപ്പിച്ചിരുന്നുവോ? ആ സമയത്തും ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം റബ്ബിനോട് പറയും, റബ്ബേ, മാ ഖുൽതു ലഹും ഇല്ലാ മാ അമർതനീ ബിഹി അൻ ഇഅ്ബുദുല്ലാഹ് റബ്ബി വ റബ്ബക്കും, നിങ്ങളുടെയും എൻ്റെയും യജമാനനായ റബ്ബിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന വർത്തമാനമല്ലാതെ ഞാൻ അവരോട് പറഞ്ഞിട്ടേയില്ല. അല്ലാഹ്, ഞാനത് പറഞ്ഞിട്ടില്ല, ഞാൻ അറിയൂല. അവരെന്നെ ആരാധിച്ചത് ഞാൻ അറിയൂല, ഞാൻ അവരോട് കൽപ്പിച്ചിട്ടില്ല, ഞാൻ പറഞ്ഞിട്ടില്ല. മറിച്ച് ഞാൻ അവരോട് എന്തേ പറഞ്ഞിട്ടുള്ളൂ? മാ ഖുൽതു ലഹും ഇല്ലാ മാ അമർതനീ ബിഹി, നീ എന്തൊന്ന് അവരോട് പറയാനാണോ കൽപ്പിച്ചതെങ്കിൽ അതല്ലാതെ ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല. അതെന്തായിരുന്നു? അനിഅ്ബുദുല്ലാഹ റബ്ബി വ റബ്ബക്കും, എൻ്റെയും നിങ്ങളുടെ യജമാനനായ അള്ളാഹുവിനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. റഹ്മാനായ റബ്ബേ, ഞാൻ ഇതിന് സാക്ഷിയായിരുന്നു. ഞാൻ അവരിൽ ഉള്ളയിടത്തോളം കാലം, വകുന്തു അലൈഹിം ഷഹീദൻ മാ ദുംതു ഫീഹിം, ഞാൻ അവരിൽ ഉണ്ടായിരുന്നിടത്തോളം കാലം അതിന് ഞാൻ സാക്ഷി തന്നെയാണ്. എന്നാൽ ഫലമ്മാ തവഫൈതനി കുൻത അൻത റഖീബ അലൈഹിം വ അൻത അലാ കുല്ലി ഷൈഇൻ ഷഹീദ്, നീ എന്നെ ഏറ്റെടുത്തില്ലേ? ഭൂമി ലോകത്ത് നിന്ന് നീ എന്നെ വാനലോകത്തേക്ക് ഏറ്റെടുത്തതിൻ്റെ ശേഷം പിന്നെ അവരെന്ത് ചെയ്തു എന്നുള്ളത് എനിക്കറിഞ്ഞൂടാ. ഫലമ്മാ തവഫൈതനി കുൻത അൻത റഖീബ അലൈഹിം വ അൻത അലാ കുല്ലി ഷൈഇൻ ഷഹീദ്, എല്ലാത്തിനും പിന്നെ നീയാണ് ദൃക്സാക്ഷി. ഞാൻ അവിടെ നിന്ന് പോന്നതിൻ്റെ ശേഷം അവരെന്ത് ചെയ്തു എന്ന് ഞാൻ അറിയൂല. ഇതാരാ പറയണം? ഈസാ അലൈഹിസ്സലാമിനോട് റബ്ബിൻ്റെ കോടതിയിലുള്ള ചോദ്യത്തിന് അവിടുന്ന് നൽകുന്ന മറുപടി സൂറത്ത് മാഇദയിൽ അല്ലാഹു തആല പറയുന്നുണ്ട്. അപ്പോൾ നോക്കൂ നിങ്ങൾ, അവരൊന്നും അവരെ ആരാധിക്കണം എന്ന് പറഞ്ഞവരല്ല. അപ്പം ഇവിടെ അല്ലാഹുവല്ലാത്തവരെ ആരാധിച്ചവരും നിങ്ങളും വേറിട്ട് നിൽക്കിയെന്ന് പറയുമ്പോൾ, നിങ്ങളുടെ ആരാധ്യരും ഇങ്ങോട്ട് മാറി നിൽക്കടാന്ന് പറയുമ്പോൾ, അവിടെ ആരാധ്യരിൽ നല്ലവരും ഉണ്ടായിട്ടില്ലേ? പക്ഷെ അവരത് അറിഞ്ഞിട്ടില്ല. ഈസാ അലൈഹിസ്സലാം അറിഞ്ഞിട്ടില്ല, കൽപ്പിച്ചിട്ടില്ല. മലായിക്കത്തുകളെ ആരാധിച്ചിട്ടുണ്ട്, മലക്കുകൾ അത് കൽപ്പിച്ചിട്ടില്ല, മലക്കുകൾ അത് പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഉസൈറിനെ ആരാധിച്ചവരുണ്ട്, ഉസൈർ അത് പറഞ്ഞിട്ടില്ല, പഠിപ്പിച്ചിട്ടില്ല. അതേ അവസരത്തിൽ ഞങ്ങൾ ദൈവങ്ങളാണ്, ഞങ്ങൾ നിങ്ങളുടെ ആദരണീയരായ, നിങ്ങൾ ആരാധിക്കപ്പെടേണ്ടുന്ന ആരാധ്യരാണ് ഞങ്ങളെന്ന് ആരാധ്യൻ ചമഞ്ഞുകൊണ്ട്, ദൈവം ചമഞ്ഞുകൊണ്ട്, ആൾ ദൈവം ചമഞ്ഞുകൊണ്ട് ഞങ്ങളെ നിങ്ങൾ ആരാധിക്കണം, പൂജിക്കണം എന്ന് കൽപ്പിച്ച ത്വാഗൂത്തുകൾ ഉണ്ടായിട്ടുണ്ട്. അവരെ ഇവരുടെ കൂട്ടത്തന്നെ അപമാനിച്ച് നരകത്തിയിലേക്ക് വലിച്ചെറിയും. അതാണ് വിശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞത്, ഇന്നക്കും വമാ തഅ്ബുദൂന മിൻ ദൂനില്ലാഹി ഹസബു ജഹന്നം അൻതും ലഹാ വാരിദൂൻ. ഇന്നക്കും, തീർച്ചയായും നിങ്ങൾ, വമാ തഅ്ബുദൂന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിനെ കൂടാതെ നിങ്ങൾ ആരാധിച്ച ആരാധ്യ വസ്തുക്കളും ഹസബു ജഹന്നം, നരകത്തിയിലെ വിറകുകളായിരിക്കും.
അൻതും ലഹാ വാരിദൂൻ, നിങ്ങൾ അവിടെയാണ് വന്നു ചേരുക എന്ന്. അപ്പം അതിൽ നല്ലവർ നരകത്തിൽ വരൂലല്ലോ. അമ്പിയാക്കളെ ആരാധിച്ചു, ഔലിയാക്കളെ ആരാധിക്കുന്നവർ, പലരെയും വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ, അവരൊന്നും അത് അറിഞ്ഞവരല്ല, കൽപ്പിച്ചവരല്ല. അപ്പം അതുകൊണ്ട് ഇത്തരത്തിലുള്ള പാപികളെ വേറെ തന്നെ മാറ്റി നിർത്തുന്ന അപമാനകരമായ ഒരവസ്ഥ പരലോകത്ത് വരാനിരിക്കുന്നു എന്നാണ്. അതുകൊണ്ട് അയ്യുഹൽ മുജ്രിമൂന്ന് വിളിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ പെടരുത്, നമ്മൾ പെടാൻ പാടില്ല. ശിർക്ക് ചെയ്തവരും അതിൻ്റെ താഴെ പാപങ്ങൾ ചെയ്തവരും, ഏതൊക്കെ മുജ്രിമ് കുറ്റങ്ങളായിട്ട് ഖുർആൻ പറഞ്ഞത് എന്തൊക്കെയുണ്ടോ, ഹദീസ് പഠിപ്പിച്ചത് എന്തൊക്കെയുണ്ടോ, അതൊക്കെ ചെയ്തിട്ട് തൗബ ചെയ്യാതെ മരണപ്പെട്ടു പോയവരൊക്കെ മുജ്രിമൂൻ എന്നുള്ള ലിസ്റ്റിലായിരിക്കും. അവരോട് മാറ്റി നിർത്തും. ആ അപമാനിതരുടെ കൂട്ടത്തിൽ പെടരുതേന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. വലാ തുഖ്സിനി യൗമ യുബ്അസൂൻ, അല്ലാഹുവേ ജനകോടികൾ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന മഹ്ശറിൽ നീ എന്നെ അപമാനിക്കരുതേ. പരലോക അപമാനങ്ങളിൽ ഒരപമാനം ഈ വേറിട്ട് നിർത്തലാണ്. മറ്റൊരപമാനം നമ്മുടെ പാപങ്ങളുടെ റെക്കോർഡുകൾ ഇങ്ങനെ പരസ്യപ്പെടുത്തലാണ്. അവിടെ നടക്കുന്ന മറ്റൊരപമാനം അതാണ്. ആരാരും അറിഞ്ഞിട്ടില്ലെന്ന് വിചാരിച്ച നമ്മുടെ പാപങ്ങൾ ജനകോടികളുടെ മുമ്പിൽ ഒരു സ്ക്രീനിൽ തെളിയും പോലെ പരസ്യമായി പ്രദർശിപ്പിക്കപ്പെടുകയാണ്. എന്താ അതൊക്കെ അവഹേളനം, എന്താണ് അതൊക്കെ അപമാനം? അതുകൊണ്ടാണ് റഹ്മാനായ റബ്ബിനോട് നമ്മൾ പറയുന്നത്, അല്ലാഹുവേ അല്ലാഹുമ്മസ്തുർ, നീ മറച്ചു വെക്കണേ അല്ലാ, എൻ്റെ പോരായ്മകളെ മറച്ചു വെക്കണേ. അല്ലാഹുമ്മസ്തുർ ഔറാത്തി, എൻ്റെ പോരായ്മകളെ നീ മറച്ചു വെക്കണേ. രണ്ടർത്ഥമുണ്ട് അവിടെ. നമ്മുടെ ശരീരത്തിൻ്റെ ഔറത്തിൻ്റെ മാലോകര് കാണാതെ ജനങ്ങളുടെ മുമ്പിൽ നമ്മുടെ ഔറത്ത് വെളിവാകാതെ മാനം കാക്കലും, രണ്ട് ലോകത്തും ദുന്യാവിലും ആഖിറത്തിലും നമ്മൾ ചെയ്തിട്ടുള്ള പാപങ്ങൾ പരസ്യപ്പെടുത്തപ്പെട്ടിട്ട് ജനകോടികളുടെ മുമ്പിൽ രണ്ട് ലോകത്തും നമ്മൾ അവഹേളിക്കപ്പെടലും, അതൊന്നും ഉണ്ടാവരുതേന്ന് നമ്മൾ പറയുന്നു. നമ്മുടെ പ്രഭാത പ്രാർത്ഥനയിലും പ്രദോഷ പ്രാർത്ഥനയിലും അതുണ്ടെന്ന് നമ്മൾ മറക്കരുത്. അല്ലാഹുമ്മസ്തുർ ഔറാത്തി വ ആമിൻ റൗആത്തി. ആ പ്രാർത്ഥനയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്, സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ വളരെ ഭീതിയിലൂടെ മുന്നോട്ട് പോകുന്ന ഒരവസരമാണ് ലോകത്ത്. ജനങ്ങളൊക്കെ ഒരു യുദ്ധത്തിൻ്റെതായ സംസാരങ്ങളും അതുപോലെ തന്നെയുള്ള കാര്യങ്ങളുമൊക്കെ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുക. വല്ലാതെ പേടിക്കുന്ന അവസ്ഥയുണ്ടാകുമ്പോൾ ഖന്തഖിൽ അവരുടേതായ പല പ്രവർത്തനങ്ങളും അതേപോലെയുള്ള പല കാര്യങ്ങളും കൊണ്ട് മനുഷ്യനാകെ ബേജാറായി നിൽക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ബലഗത്തിൽ ഖുലൂബുൽ ഹനാജിറ, മനുഷ്യരുടെ ഹൃദയങ്ങളൊക്കെ ഇങ്ങോട്ട് ശ്വസനനാളത്തിലേക്ക് ഹൃദയം കയറുന്ന അവസ്ഥയായി. പേടിച്ചിട്ട് ഇങ്ങോട്ട് ശ്വാസമൊക്കെ മുട്ടി ബേജാറായിട്ടിരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിനോട് അവർ ചോദിച്ചു, വാചകരെ, ഞങ്ങളെന്താ ഈ സമയത്ത് പറയേണ്ടത്? എന്താ ഞങ്ങൾ അള്ളാഹിനോട് ചോദിച്ചു കൊണ്ടിരിക്കേണ്ടത്? അപ്പം അള്ളാഹിൻ്റെ റസൂല് പഠിപ്പിച്ചു കൊടുത്തു, അല്ലാഹുമ്മസ്തുർ ഔറാത്തിനാ വ ആമിൻ റൗആത്തിനാ. അല്ലാഹുവേ, ഞങ്ങളുടെ ഔറാത്തുകൾ, പോരായ്മകൾ നീ മറച്ചു വെക്കണേ. വ ആമിൻ, നീ നിർഭയത്വം നൽകണേ. റൗആത്തിനാ, ഞങ്ങൾ എന്തൊക്കെ പേടിക്കുന്നുണ്ടോ ഞങ്ങളുടെ പേടിക്ക് നീ ആശ്വാസം നൽകിയിട്ട് ഞങ്ങളുടെ പേടിയുടെ സ്ഥാനത്ത് നീ ഞങ്ങൾക്ക് നിർഭയത്വം നൽകണേ. അള്ളാഹിൻ്റെ റസൂൽ സഹാബത്തിനോടത് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. സഹാബത്ത് പറയുന്നുണ്ട്, ഞങ്ങളത് പറഞ്ഞുകൊണ്ടേയിരുന്നു. താമസമിന അതിശക്തമായ കാറ്റുകൾ കൊണ്ട് ശത്രുക്കൾ മുഖം കുത്തി വീഴുകയാണ്, നശിക്കുകയാണ്. കാറ്റുകൊണ്ട് അള്ളാഹു അവരുടെ മുഖങ്ങളെ തകർത്ത് കളഞ്ഞു എന്നാണ് ഈ ആയത്തിൻ്റെ തഫ്സീറിൽ നമുക്കത് കാണാൻ സാധിക്കും. അപ്പോൾ സഹോദരങ്ങളെ, പ്രാർത്ഥനകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. നമ്മൾ എത്ര പേര് ദിക്റുകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്ന് ഗൗരവത്തോടെ ചിന്തിക്കണം എന്ന് ഓരോ തവണയും ഈ ക്ലാസ്സിൽ വെച്ച് തന്നെ ഞാൻ എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുന്നതിൻ്റെ കാര്യവും മറ്റൊന്നല്ല. നമുക്ക് നമ്മുടെ ദിക്റുകളും നമ്മുടെ ദുആകളുമാണ് വലിയ പ്രൊട്ടക്ഷൻ. കാരണം നമുക്ക് നമ്മുടെ യജമാനനായ റബ്ബിനോടാണ് എല്ലാം ഏൽപ്പിക്കാനുള്ളത്. എന്തും സംഭവിക്കാം, എന്തും വരാം. നമ്മൾ കണ്ടില്ലേ 242 ആളുകൾ കയറിയ വിമാനം 241 കത്തിച്ചാമ്പലായി. മയ്യത്തുകൾ പോലും ഏതാണെന്ന് കണ്ടുപിടിക്കാൻ കഴിയാതെ ഉറ്റവരും ഉടയവരും DNA ടെസ്റ്റുകൾ നടത്താൻ വേണ്ടി പോയി കാത്തു നിൽക്കുകയാണ്. ഇതെൻ്റെ ബ്രദറാണോ ഈ കിടക്കുന്നത്, എൻ്റെ ചോരയാണോ എന്നറിയാൻ
DNA ടെസ്റ്റിന് വേണ്ടി നാട്ടിൽ നിന്ന് ബന്ധുക്കൾ കയറുകയാണ് അഹമ്മദാബാദിൽ വിമാനാപകടം നടന്നിടത്തേക്ക്. നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? അവരാ യാത്ര പോകുന്നതിൻ്റെ മുമ്പ് അവരുടെ ഉല്ലാസവും ഉത്സാഹവും എയർപോർട്ടിൽ നിന്ന് അവരവരുടെ കുടുംബത്തോട് കാണിക്കുന്ന അവരുടെ യാത്ര പറയലുകളും ഇതാ എത്തിക്കഴിഞ്ഞു പറയലും, അവരുടെ സെൽഫി എടുക്കലുകളും ആനന്ദങ്ങളും ഫ്ലൈറ്റിനകത്തുള്ള കാര്യങ്ങളും എന്തെല്ലാം നൊടിയിട കൊണ്ടെല്ലാം നഷ്ടപ്പെട്ടില്ലേ? നമ്മളൊക്കെ യാത്ര ചെയ്യുന്നവരാണ്. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. മീത്തത്തു സൂ, ചീത്തയായ അന്ത്യം, പെട്ടെന്നുള്ള മരണങ്ങൾ, ഒരു തൗബക്ക് പോലും ഇടം കിട്ടാതെ പെട്ടെന്നുള്ള മരണങ്ങൾ, അതൊക്കെ പലപ്പോഴും വലിയ പ്രയാസമായിരിക്കും. അള്ളാഹു നമുക്ക് ഈമാനോടുകൂടെയുള്ള അന്ത്യം വിധിക്കുമാറാകട്ടെ. എവിടെ വെച്ച് മരിക്കുകയാണെങ്കിലും നോക്കൂ നിങ്ങൾ, 242 241 കരിഞ്ഞ് കത്തിച്ചാമ്പലാവാണ്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അപ്പം സഹോദരങ്ങളെ, ഇത്രയേ ഉള്ളൂ നമ്മുടെ കാര്യം എന്ന് ഞാൻ പറയുന്നത്. നമ്മുടെ ദുആ, നമ്മുടെ പ്രാർത്ഥന അവിടെയാണ് അതൊക്കെ ഒരു പ്രാർത്ഥന. ആ നമ്മൾ ഫ്ലൈറ്റിൽ അതിങ്ങനെ നീങ്ങിത്തോടെ കയറുമ്പോൾ തന്നെ നമ്മൾ കയറി, ഇരിക്കുമ്പോൾ തന്നെ കാല് വെക്കുമ്പോൾ തന്നെ ബിസ്മി ചൊല്ലി കയറി, സീറ്റിലിരുന്നു, നമ്മൾ അള്ളാഹിനെ സ്തുതിച്ചു, തക്ബീർ ചൊല്ലി, സുബ്ഹാനല്ലദീ സഖറ ലനാ പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഫീ ഹാദാ സഫരി അൽ ബിർറ വത്തഖ്വ എന്നിങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നുണ്ട്. പിന്നെ വരുന്നതെന്തും വരട്ടെ, നമ്മളെന്ത് പ്രൊട്ടക്ഷൻ എടുത്തിട്ടെന്താ? അള്ളാഹുവിൻ്റെ തീരുമാനം അതാണെങ്കിൽ അത് നടക്കും. പക്ഷേ അപ്പോഴും മരിക്കുകയാണെങ്കിലും എന്തായിട്ട് മരിക്കണം? മുഅ്മിനായിട്ട് മരിക്കാൻ കഴിയണം. അല്ലാതെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആർക്കും കഴിയൊന്നുമില്ലല്ലോ. അതിപ്പോൾ ഹജ്ജിന് പോയിട്ടും ആൾക്കാർ കത്തിക്കരിഞ്ഞ് മരിക്കുന്നില്ലേ? അതെവിടെ വെച്ച് മരിക്കുന്നില്ലേ? മിനായിലെ തീപിടുത്തത്തിൽ ഒരുപാട് ആളുകൾ മരിച്ചില്ലേ? അതല്ല വിഷയം. മരിക്കുന്നത് മുഅ്മിനായി മരിക്കണം. അല്ലാഹു തആല പറഞ്ഞത് നിങ്ങളെ മുഅ്മിനായി മരിക്കണം, അതാ നിങ്ങൾ നോക്കേണ്ടത്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നമ്മൾ മുസ്ലിമീങ്ങളായിട്ടല്ലാതെ മരിക്കരുത്, അതാ പ്രധാനം. അത് എവിടെ വെച്ച് അങ്ങനെ മരിക്കുന്നു എന്നുള്ളതൊന്നും അല്ല വിഷയം. എവിടുന്ന് എങ്ങനെ ഏത് വിധത്തിൽ മരിക്കുകയാണെങ്കിലും മുഅ്മിനായി മരിക്കാൻ പറ്റണം. അത് നമ്മളെ പ്രാർത്ഥനയിൽ എപ്പോഴും ഉണ്ടാവണം. അതുകൊണ്ടാണ് യൂസുഫ് നബിക്ക് വരെ അത് ബേജാറായത്. ഞാൻ വലിയ രാജാവും മന്ത്രിയും വലിയ ആളൊക്കെ ആയിട്ടുണ്ട്, പക്ഷെ അതൊക്കെ പടച്ചോനെ എനിക്ക് അറിയാം, അതുകൊണ്ടൊന്നും എനിക്ക് സമാധാനമില്ല. ഇവിടുത്തെ രാജഭരണവും ഇവിടുത്തെ അധികാരവും ഒന്നുമല്ല എനിക്ക് വേണ്ടത്. തൗഫനി മുസ്ലിമാ, നീ എന്നെ മുസ്ലിമായിട്ട് മരിപ്പിക്കണം. വൽഹിഖ്നി ബിസ്സാലിഹീൻ, നല്ലവരോടൊപ്പം നീ സ്വർഗത്തിൽ എന്നെ ചേർത്ത് തരണം. ആരാ പ്രാർത്ഥിക്കുന്നത്? യൂസുഫ് നബി അലൈഹിസ്സലാം. സ്വർഗം ഉറപ്പല്ലേ? എന്നിട്ടും അപ്പം സഹോദരങ്ങളെ, ഈ മുജ്രിം എന്ന പട്ടികയിൽ പെടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ പ്രവർത്തനങ്ങൾ ചെയ്തവരൊക്കെ തൗബ ചെയ്യാതെ മരണപ്പെട്ടു പോകുമ്പോൾ റബ്ബിൻ്റെ പ്രത്യേകമായ മഗ്ഫിറത്തും അവൻ്റേതായ അഫുവും കിട്ടിയിട്ടില്ലെങ്കിൽ പരലോക കോടതിയിൽ അവൻ്റെ തിന്മകളൊക്കെ പരസ്യപ്പെടുത്തും. അതൊരു അപമാനമാണ്. ആ അപമാനത്തിൽ നിന്നും നീ എന്നെ രക്ഷിക്കണേ അല്ലാഹ്, വലാ തുഖ്സിനി യൗമ യുബ്അസൂൻ. കണ്ടോ? അപ്പോൾ അപമാനങ്ങൾ ധാരാളമാണ് പരലോകത്തുണ്ടാവുക. അതിൽപ്പെട്ടൊരു അപമാനമാണ് ഈ പറയുന്നത്. മുത്താസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ. മാറി നിൽക്കണം. ഇനി ചോദിക്കുന്ന ചോദ്യമുണ്ട്. അലം അഅ്ഹദ് ഇലൈക്കും, ഞാൻ നിങ്ങളോട് കരാറെടുത്തിരുന്നില്ലയോ? അഅ്ഹദ്, അവിടെ കരാറെടുക്കുക, വസിയത്ത് ചെയ്യുക, കൽപ്പിക്കുക എന്നൊക്കെ അവിടെ തഫ്സീറുകളുണ്ട്. അലം ഊസി എന്ന് തഫ്സീർ കൊടുത്തവരുണ്ട്, അലം ആമുർ എന്ന് തഫ്സീർ കൊടുത്തവരുണ്ട്. അപ്പോൾ അഹ്ദ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു സാധാരണ കൽപ്പനയല്ല, അതിശക്തമായ നിലക്കുള്ളൊരു കരാറാണെന്ത് അഹ്ദ്, മീസാഖ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ സത്യവിശ്വാസികളായ ആളുകളെക്കുറിച്ച് അള്ളാഹു പറയുന്നിടത്തൊക്കെ പറയും, വല്ലദീനഹും ഫി അമാനാതിഹിം വ അഹ്ദിഹിം റാഊൻ. അവർ അവരുടെ അമാനത്തുകളെയും കരാറുകളെയും ഒക്കെ കാത്തു സൂക്ഷിക്കുന്നവരാണ്, പാലിക്കുന്നവരാണ്. അഹ്ദ് പാലിക്കാനുള്ളതാണ്. അഹ്ദ്, അഖ്ദ് ഇതൊക്കെ പാലിക്കാനുള്ളതാണ്. അപ്പോൾ അലം അഅ്ഹദ്, അള്ളാഹു എടുത്തൊരു കരാർ അവിടുന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വീണ്ടും. അലം അഅ്ഹദ് ഇലൈക്കും, ഞാൻ നിങ്ങളോട് കരാറെടുത്തിരുന്നില്ലയോ? ഞാൻ നിങ്ങളോട് അതിശക്തമായി തന്നെ വസിയ്യത്ത് നടത്തിയിരുന്നില്ലയോ? ആരോടാണ്? യാ ബനി ആദമ, ആദം സന്തതികളെ, ഞാൻ നിങ്ങളോട് അതിശക്തമായി കൽപ്പിച്ചിരുന്നില്ലേ? എന്ത്? അല്ലാ തഅ്ബുദു ശൈത്താൻ, നിങ്ങൾ ശൈത്താനെ ഇബാദത്തെടുക്കരുതെന്ന്, നിങ്ങൾ ശൈത്താനെ ആരാധിക്കരുതെന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിരുന്നില്ലേ? അല്ലാ തഅ്ബുദു,
നിങ്ങൾ ആരാധിക്കരുതെന്ന്. അശ്ശൈത്വാന, ശൈത്താനിനെ. എന്തേ കാരണം? ഇന്നഹു, തീർച്ചയായും അവൻ പറഞ്ഞാൽ ആ ശൈത്താൻ, ലക്കും നിങ്ങൾക്ക്, അദുവും മുബീൻ, വ്യക്തമായ ശത്രുവ തന്നെയാണ്. അദുവ് ശത്രു, അതിൻ്റെ ബഹുവചനാണ് അഅദാ. മുബീൻ എന്ന് പറഞ്ഞാൽ വ്യക്തമായ ശത്രു. മറ്റൊരു വ്യാഖ്യാനം അവിടെ ഉണ്ട്, വ്യക്തമാക്കിയ ശത്രുവാണ്, ശത്രുത വ്യക്തമാക്കിയവനുമാണവൻ. ശൈത്താൻ ഞാൻ നിങ്ങളെ പഴപ്പിക്കുന്നു വ്യക്തമാക്കി പോന്നവനാണ്. ഞാൻ അവരെ തന്മാർഗത്തിൻ്റെ മുന്നിൽ ഇരിപ്പിടത്തിൽ ഇരിക്കുന്ന തന്നെ പറഞ്ഞവനാണ്. പഴപ്പിക്കാൻ തന്നെ ഞാൻ ഇറങ്ങിയിട്ടുള്ളവനാണ് എന്ന് പറഞ്ഞവനാണ്. അപ്പോൾ വ്യക്തമായ ശത്രുവാണ്. വിശുദ്ധ ഖുർആനിലൂടെ തിരുസുന്നത്തിലൂടെയൊക്കെ അവൻ്റെ ശത്രുത അല്ലാഹ് വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ശൈത്താനും അത് സമ്മതിച്ചതാണ്. അപ്പം അതുകൊണ്ട് തന്നെ, പക്ഷെ അവൻ ശത്രു എന്ന് പറഞ്ഞിട്ടല്ല വരിക എന്ന് മാത്രം. നമ്മുടെ ഉമ്മാനെയും ഉപ്പാനെയും ആദ്യം അവരുടെ മനസ്സിലേക്ക് ദുർബോധനം കൊടുക്കുന്ന നേരത്ത് ശൈത്താൻ പ്രയോഗിച്ചത് ഞങ്ങളെ ശത്രു പറഞ്ഞിട്ടല്ല, എന്തു പറഞ്ഞിട്ടാ? അനലക്കും നാസിഹുൻ അമീൻ, ഞങ്ങളെ വലിയ ഗുണകാംക്ഷിയാണ്, നിങ്ങളോട് ഇഷ്ടം കൊണ്ട് പറയട്ടോ, തെറ്റിദ്ധരിക്കല്ലേ. ശൈത്താൻ നമ്മളെ ഉമ്മാനോടും ഉപ്പാനോടും പറഞ്ഞാണ് എന്ത്? അള്ളാഹ് പറഞ്ഞിരുന്നു നിങ്ങൾ ആ വൃക്ഷത്തിൽ നിന്നുള്ള പഴം കഴിക്കരുത്, ഫലം ഭുജിക്കരുത്. ഇപ്പം ശൈത്താൻ പറഞ്ഞു നിങ്ങളത് കഴിച്ചോളി, നിങ്ങളത് കഴിച്ചാൽ നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കും, അല്ലെങ്കിൽ നിങ്ങൾ പുറത്ത് പോകേണ്ടി വരും, കഴിച്ചിലേക്ക് പുറത്ത് പോകേണ്ടി വരും, കഴിച്ചാൽ ഇവിടെ തന്നെ നിൽക്കുക. അപ്പോൾ അത് നിങ്ങളിവിടെ എന്നൊന്നും ഇങ്ങനെ നിൽക്കലാണ് ഇവിടെ, അതങ്ങനെ ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ നിങ്ങളോട് തിന്നണ്ടെന്ന് പറയുന്നത്. അവിടെ നിങ്ങൾ തിന്നോളി. വാനലക്കും നാസിഹുന്നമി, ഞങ്ങളോട് നിങ്ങളെ കുഴപ്പമാക്കാനൊന്നുമല്ല കേട്ടോ, ഞങ്ങളെ വലിയ ദോസ്താണ്, നിങ്ങൾക്ക് വിശ്വസിക്കാനും കൂടിയും കൂട്ടിച്ചേർത്ത് പറഞ്ഞു. അമീൻ, ഞാൻ വളരെ വിശ്വസ്തനായൊരു ഗുണകാംക്ഷിയാണ് ഞാൻ എന്നും പറഞ്ഞിട്ടാണ് ചതിച്ചത്. അങ്ങനെ തന്നെ നമ്മുടെ അടുത്തൊക്കെ വരും. എന്ത് തിന്മയും നമ്മളോട് നന്മയാക്കി പറയുമ്പോൾ ശൈത്താൻ നമുക്ക് അതിൽ അപകടം ഉണ്ടെന്നൊന്നും പറയില്ലല്ലോ. എത്ര വലിയ അപകടം പിടിച്ച കാര്യമാണെങ്കിലും ശൈത്താൻ എന്താ പറയുക, അതിലൊരു പ്രലോഭന കൊണ്ടുവരിക. അപകടം അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല, അതൊന്നും പ്രശ്നമാക്കണ്ട, ഇനി അതിലൊന്നും കൊടുങ്ങൂല എന്നാ പറയാം. അങ്ങനെയായിരിക്കും. സയ്യന ലഹുമു ശൈത്താൻ, ശൈത്താൻ അവർക്ക് അലങ്കാരമാക്കിയിട്ടൊക്കെ കാണിച്ചു കൊടുക്കുക. ശൈത്താൻ സയ്യന ലഹുമു ശൈത്താനും അഅ്മാലും. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അതൊക്കെ ശൈത്താൻ ഇങ്ങനെ അതന്നെ ചെയ്യേണ്ടത്, അതാടെ ചെയ്യേണ്ടത്, നീയാടെ ആൺകുട്ടി, നീ ചെയ്തതാണ് കറക്റ്റ് എന്നിങ്ങനെ ഭംഗിയായി തോന്നിപ്പിച്ചു. വരെ ഉമന്നിയന്നഹും എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവരെങ്ങനെ വ്യാമോഹിപ്പിക്കും, ഇത് ചെയ്താൽ അത്ര കിട്ടു, അങ്ങനെ നേടാം. പ്രലോഭനങ്ങളുടെ ധാരാളക്കണക്കിന് കെട്ട് നമ്മുടെ മുമ്പിൽ ചൊരിയും, കൊടുക്കും, ചതിക്കും. അതുകൊണ്ട് അള്ളാഹു ഖുർആനിൽ പറഞ്ഞത് ഇന്ന ശൈത്താനു ലക്കും അദുവ്വുൻ ഫത്തഖിദൂഹു അദുവ്വാ, ശൈത്താനുകളുടെ ശത്രുവാണ്. നിങ്ങളെ ബാപ്പനെയും ഇമ്മനെയും സ്വർഗത്തുനിന്ന് പുറത്താക്കാൻ കാരണക്കാരൻ അവനാണ്. അതെടുത്ത് പറഞ്ഞിട്ട് നമ്മളോട് പറഞ്ഞു, യാ ബനി ആദം, ആദമിന്റെ സന്തതികളെ, ലാ യഫ്തിനന്നകുമുശ് ശൈത്താൻ, ശൈത്താൻ നിങ്ങളെ ഫിത്നയിൽ അകപ്പെടുത്തരുതേ. കമാ അഖ്റജ അബവൈകും മിനൽ ജന്ന, നിങ്ങളുടെ വാപ്പാനെയും ഉമ്മാനെയും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുവാൻ അവനാണ് കുതന്ത്രം മെനഞ്ഞത്. അതേപോലെ മക്കളായ നിങ്ങളെയും സ്വർഗത്തിലേക്ക് നിങ്ങൾ കയറാതിരിക്കാനും രകാവകാശികളായി നിങ്ങൾ മാറാനും സർവകുതന്ത്രങ്ങളും അവൻ പ്രയോഗിക്കും. വളരെ ജാഗ്രതയുള്ളവരാകണേ. ഇത് അള്ളാഹ് പറഞ്ഞതാ നമ്മളോട് സൂറത്തുൽ അറാഫിൽ. അതിൽ നിന്ന് കാവൽ തേടാൻ വേണ്ടി ഒരു അധ്യായം തന്നെ ഉണ്ട് ഇറക്കി. വിശുദ്ധ ഖുർആനിലെ 114 സൂറത്ത്, സൂറത്തുൻ നാസ്. എന്തിനുള്ളതാ? ശൈത്താന്റെ ശർറിൽ നിന്ന് കാവൽ തേടാൻ. ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് മിൻ ശർറിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ് മിനൽ ജിന്നതി വന്നാസ്. മനുഷ്യരിലുണ്ട് ശൈത്താൻ, ജിന്നിലുണ്ട് ശൈത്താൻ. ഇവിടെ 2 വർഗ്ഗമാണുള്ളത്, മനുഷ്യരും ജിന്നും. രണ്ടിലുമുണ്ട് ശൈത്താന്മാർ. ശയാത്തീനൽ ഇൻസി വൽ ജിന്ന്, ഇൻസിൻ്റെ ശൈത്താനുണ്ട്, ജിന്നിൻ്റെ ശൈത്താനുണ്ട്. ജിന്നിൻ്റെ ശൈത്താന് നമുക്ക് കാണാൻ കഴിയാത്തതാണ്. ഇൻസിൻ്റെ ശൈത്താനോ കാണാൻ പറ്റും. ചിലപ്പോൾ നമ്മളെ കൂടെ കിടക്കണ ഭാര്യയാവും, അല്ലെങ്കിൽ ഭർത്താവും, അല്ലെങ്കിൽ കൂടെയുള്ള മക്കളാവും, അല്ലെങ്കിൽ ബാപ്പയാവും, അല്ലെങ്കിൽ ഉമ്മയാവും, ഒക്കെ തന്നെ ഇരിക്കും ശൈത്താൻ്റെ വർത്താനം അവർക്കും അവർ പറയാം. ഒരു നല്ല കാര്യം ചെയ്യാൻ ഒരുങ്ങുമ്പോൾ
മക്കൾ പറയും ബാപ്പാനോട് അത് നിങ്ങൾ ചെയ്യണ്ട, അല്ലെങ്കിൽ ഭാര്യ പറയും ഭർത്താവിനോട് അത് നിങ്ങൾ ചെയ്യണ്ട, ഭർത്താവ് പറയും ഭാര്യനോട് അത് എനിക്കിഷ്ടമല്ല. ചില പെണ്ണുങ്ങൾ കണ്ടിട്ടില്ലേ, ശരിക്ക് ശരീരം മറച്ച് നടക്കൂല. എന്താ കാരണം? എൻ്റെ അക്കാക്ക് ഇഷ്ടമല്ല. ആരാ വെള്ളക്ക? പരലോക കോടതിയിൽ ഖബറിൽ ഇപ്പം വരുമോ? എന്നാ പിന്നെ തുണിക്കിൽ ഇങ്ങനെ 3 കെട്ടും കെട്ടുമ്പോൾ ചങ്ങായി പറയണ്ടേ എനിക്കിഷ്ടമല്ലേന്നു, ഇങ്ങനെയല്ല പോകേണ്ടത് ഖബറിലേക്ക്. അത് നല്ല മൂടി പറിച്ച് 2 തലക്കലും കെട്ടിയിട്ട് നടുക്കൊരു കെട്ടും കെട്ടിയിട്ടല്ലേ മയ്യത്ത് കെട്ടിൽ വെച്ച് കൊണ്ടുപോകണം. ഈ പറയുന്ന ഈ ഇക്ക അവിടെ ഉണ്ടോ ഇങ്ങനെ കെട്ടല്ലേ? അതിനൊന്നും ആരും നിന്നു കൊടുക്കണ്ട. ഭർത്താവിന് ഇഷ്ടമല്ല നോക്കിയിട്ടല്ല ഭാര്യ നോക്കണ്ട, അള്ളാഹ്ക്ക് ഇഷ്ടമുണ്ടോ? ഭാര്യക്ക് ഇഷ്ടമുണ്ടോ എന്ന് നോക്കിയിട്ടല്ല ഭർത്താക്കന്മാർ നോക്കേണ്ടത്, അള്ളാഹ്ക്ക് ഇഷ്ടമുണ്ടോ? അവിടെയാണ് ഇസ്ലാമികവും ഈമാനികവുമായ നമ്മുടെ കരുത്ത് പരീക്ഷിക്കപ്പെടുന്ന രംഗം. അപ്പം അതുകൊണ്ട് സഹോദരങ്ങളെ, വളരെ ഗൗരവമായിട്ട് അള്ളാഹു പറയാണ്, മനുഷ്യരെ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നോ നിങ്ങൾ ശൈത്താനെ ആരാധിക്കരുതെന്ന്? ഇന്നഹു തീർച്ചയായും അവൻ ലക്കും നിങ്ങൾക്ക് അദുവ്വുൻ മുബീൻ, വ്യക്തമായ ശത്രുവാണ്. പിന്നെ ഞാൻ നിങ്ങളോട് ഇതും പറഞ്ഞിരുന്നില്ലേ, വഅനിഅ്ബുദൂനി, നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കണേ എന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ? അവനെ ആരാധിക്കരുത് എന്ന് പറഞ്ഞാൽ പിന്നെ ആരെയാ ആരാധിക്കേണ്ടത്? വഅനിഅ്ബുദൂനി, നിങ്ങൾ എന്നെ ആരാധിക്കണമെന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നില്ലയോ? ഹാദാ സിറാത്തും മുസ്തഖീം, ഇതാണ് നേരായ പാത എന്നതും ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ? ഏത്? ശൈത്താനെ ആരാധിക്കാതെ എന്നെ മാത്രം ആരാധിക്കലാണ് ഹാദാ, ഇതാണ് സിറാത്തും മുസ്തഖീം, നേരെ ചൊവ്വേയുള്ള വഴി അതാണ്. വേറെ എവിടേക്ക് നിങ്ങൾ പോയാലും നിങ്ങൾ തെറ്റിപ്പോകും. വേറെ എവിടേക്ക് നിങ്ങൾ പോയാലും നിങ്ങൾ തെറ്റിപ്പോകും. അത് ഞങ്ങളോട് പറഞ്ഞിട്ടില്ലേ? ഇത് ഞങ്ങളോട് പറഞ്ഞിട്ടില്ലേ? അപ്പം ഇതിനെ സംബന്ധിച്ച് മുഫസ്സിരീങ്ങൾ പറയാണ്, എപ്പോഴാണ് ഇപ്പം ഇങ്ങനെ അള്ളാഹു തആല ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ എന്ന് പറയണത്? ഏതാ ഇത് കരാറ്? അലം അഹദി ഇലൈക്കും എന്ന കരാർ ഏതാണ്? എപ്പോഴാണ് അള്ളാഹ് അങ്ങനെ നമ്മളോട് പറഞ്ഞത്? ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞു അത് ആത്മീയ ലോകത്ത് വെച്ച് അള്ളാഹു സർവ്വ സൃഷ്ടികളോടും ഒരു കരാർ എടുത്തിട്ടുണ്ട് എന്നാണ്. അത് വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞതാണ്. സൂറത്തുൽ അറാഫിൽ നമുക്ക് കാണാൻ സാധിക്കും. വഇദ് അഖദ റബ്ബുക മിൻ ബനി ആദമ മിൻ ദുഹൂരിഹിം ദുർരിയതഹും വഅശ്ഹദഹും അലാ അൻഫുസിഹിം അലസ്തു ബിറബ്ബിക്കും ഖാലൂ ബലാ ശഹിദ്നാ അലാ അൻഫുസിനാ എന്നിങ്ങനെ സൂറത്തുൽ അറാഫിൽ തന്നെ അള്ളാഹു പറയുന്നുണ്ട്. ആത്മാക്കളുടെ ലോകം, ഈ ആത്മാവ് പണ്ടേ ഉണ്ടല്ലോ, നമ്മളിപ്പോഴാ ഭൂമിയിലേക്ക് വന്നത്, പക്ഷെ നമ്മുടെ ആത്മാവ് എന്നുണ്ട് മുമ്പേ ഉണ്ട്. അത് ആത്മാക്കളുടെ ഒരു ലോകത്ത് നിന്നാണ് നമ്മൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മാതാവിൻ്റെ ഗർഭാശയത്തിലേക്ക് ആ ആത്മാവിനെ കൊടുത്ത് പിന്നീട് നമ്മൾ ഭൂമിയിലേക്ക് ഇങ്ങനെ വന്ന് നമ്മൾ മരിച്ചു പോയാലും ഇവിടെ ആത്മാവ് മരിക്കാതാണ്ട് ആത്മാവ് അതിൻ്റെ ഭാഗത്തേക്കാണ് പോവുകയാണ്. നമ്മളെ ബോഡി മാത്രമേ മണ്ണിൽ ലയിക്കുന്നുള്ളൂ. നമ്മൾ ആത്മാവ് എവിടെ പോകുന്നു? ഒന്നുകിൽ വിശ്വാസികളുടേതായ ഇല്ലിയീനിലേക്ക് പോകും, അല്ലെങ്കിൽ തെമ്മാടികളുടേതായ സിജ്ജീനിലേക്ക് പോകും. അത് വേറെ വിഷയമാണ്. അപ്പം എന്തായാലും ആത്മാക്കൾ ഇങ്ങനെ ആത്മാക്കളുടെ ലോകത്ത് നമ്മളിവിടെ വരുന്നതിന് മുമ്പ് തന്നെ അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ പറയുന്നത്. ഫിത്രത്തല്ലാഹില്ലത്തി ഫതറന്നാസ അലൈഹാ, മനുഷ്യർക്കൊക്കെ അള്ളാഹു പ്രകൃത്യാ തന്നെ അവരുടെ സൃഷ്ടിപ്പിൽ അലിഞ്ഞ് കൃത്യമായി സൃഷ്ടിപ്പിൽ തന്നെ കൊടുത്തിട്ടുള്ള ഒരു പ്രത്യേകത എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കുന്ന പ്രകൃതാണ്. അതാണ് മനുഷ്യ പ്രകൃതം. എല്ലാവരും ഇവിടെ ജനിച്ചു വീഴുന്നത് അത് അംഗീകരിക്കാനുള്ള ഒരു മാനസിക അവസ്ഥയിലാണ്. കുല്ലു മൗലൂദിൻ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞു, അതിൻ്റെ ഓർമ്മ. എല്ലാ കുഞ്ഞും ഇവിടെ ജനിച്ചു വീഴുന്നത് അലൽ ഫിത്ര, ശുദ്ധ പ്രകൃതിയിലാണ്. എന്ന് പറഞ്ഞാൽ അലസ്തു ബി റബ്ബിക്കും, ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ? ഖാലൂ ബല, അതേ അല്ലാഹ്, നീ മാത്രമാണ് ഞങ്ങളുടെ റബ്ബ്, നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കൂന്ന് ആത്മാക്കളുടെ ലോകത്ത് വെച്ച് നമ്മളെല്ലാവരും പ്രതിജ്ഞ എടുത്തിട്ടുണ്ട്. അത് അംഗീകരിക്കുന്ന ഒരു പ്രകൃതിയോടെ വൈറ്റ് പേപ്പറായിട്ടാണ് ഇവിടെ എല്ലാവരും ജനിച്ചു വീഴുന്നത്. ഒരു കളങ്കമില്ല. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞതെന്താണ്? ഫഅബവാഹു, പിന്നെ ഓരോരുത്തരും അമ്മി വാപ്പിയൊക്കെയാണ് യുഹവ്വിദാനിഹി, ഒന്നുകിൽ യഹൂദിയാക്കുന്നു, അല്ലെങ്കിൽ നസ്രാനിയാക്കുന്നു, അല്ലെങ്കിൽ മജൂസിയാക്കുന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആക്കുന്നു. അപ്പം ഇതാണ് അതുകൊണ്ട് ഉദ്ദേശം എന്ന് പറഞ്ഞവരുണ്ട്. എന്നാൽ മറ്റു ചില പണ്ഡിതന്മാർ പറയുന്നത് അതിപ്പോൾ ആൾക്കാർക്ക് അങ്ങനെ ഓർമ്മയില്ലല്ലോ, എല്ലാവർക്കും ഇപ്പോൾ അത് ഓർമ്മയുണ്ട്. നമ്മൾ ആത്മാവിനോട് അങ്ങനെ പ്രതിജ്ഞ എടുത്ത് നമുക്ക് ഓർമ്മയില്ലല്ലോ. അപ്പം അത് വെച്ചിട്ട് ഇനി ആരും പറയണ്ട,
അതേ അവസരത്തിൽ അതുകൊണ്ട് അവിടെ യോജിച്ചത് ഇങ്ങനൊരു വ്യാഖ്യാനാണെന്ന് പറഞ്ഞിട്ട് മറ്റു ചില പണ്ഡിതന്മാർ പറഞ്ഞത് എന്താണ്? അവർ പറഞ്ഞു, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പ്രവാചകന്മാരിലൂടെ കാലങ്ങളോളമായി വേദഗ്രന്ഥങ്ങളിലൂടെ നമ്മളോട് പറഞ്ഞിട്ടുള്ള വസിയത്താണത്. എല്ലാവരോടും അല്ലാഹു തആല പറഞ്ഞതാണ് എന്ത്? അല്ലാഹനെ മാത്രമേ ആരാധിക്കൂ. വമാ അർസൽനാ മിൻ ഖബ്ലിക മിൻ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂ. എല്ലാവരോടും അല്ലാഹു തആല പറഞ്ഞതാണ്. അതാണ് അതുകൊണ്ട് ഉദ്ദേശം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട്. ഇനി മനുഷ്യൻ്റെ ബുദ്ധിയും ചിന്തയും ഇവിടെ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാ വസ്തുക്കളും മനുഷ്യനോട് വിളിച്ചു പറയുന്നുണ്ട്, ആര് മാത്രമാണ് റബ്ബെന്ന്? അല്ലാഹു മാത്രമാണ്. അത് നിങ്ങളൊക്കെ കണ്ടവരല്ലേ ഭൂമിയിൽ നിന്ന്? ഇങ്ങനെ 3 വ്യാഖ്യാനങ്ങൾ ഇത് സംബന്ധമായി ഖുർആൻ വ്യാഖ്യാതാക്കൾ പറഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നാലും അത് 3ആയാലും വിരോധമൊന്നുമില്ല. സംഗതിയെല്ലാം ഒരേ പോയിന്റിലാണ് എത്തുന്നത്. അള്ളാഹു നമ്മളോട് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് അവൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതിവിടെ കിട്ടാത്ത ഒരാളും ഇല്ല. അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന കൽപ്പന കേൾക്കാത്തവരിവിടെ ആരുമില്ല. അതിവിടെ എങ്ങനെയായാലും കിട്ടുന്നുണ്ട്. പിന്നെ ശൈത്താനെ നിങ്ങൾ ആരാധിക്കരുത് എന്ന് പറഞ്ഞതിനെ കുറിച്ചാണ് ഇനി നമുക്ക് പറയാനുള്ളത്. ഇവിടെ ശൈത്താനെ ആരെങ്കിലും ആരാധിക്കുന്നുണ്ടോ? നേരിട്ട് ശൈത്താനെ ആരാധിക്കൽ എന്ന പ്രയോഗം 2 നിലക്ക് അവിടെ വ്യാഖ്യാനമുണ്ട്. ഒന്ന്, ശൈത്താനെ നേരിട്ട് തന്നെ പൂജിക്കുന്ന ആളുകൾ ലോകത്ത് ഏത് കാലത്തും ഉണ്ടായിട്ടുണ്ട്. അത് അന്നുണ്ട്, ഇന്നുണ്ട്. രണ്ടാമത്തത്, ശൈത്താൻ്റെ കൽപ്പനക്ക് വഴിപ്പെട്ടുകൊണ്ട് ശിർക്ക് ചെയ്തുകൊണ്ട് അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്ന ആളുകളുണ്ട്. അതിനെക്കുറിച്ച് ആലങ്കാരികമായി അപ്പം എന്തു പറയും? അത് ശൈത്താനെ ആരാധിക്കലാണ്. കാരണം എന്താ? ശൈത്താൻ്റെ ആ കൽപ്പനക്ക് കീഴ്പ്പെട്ടുകൊണ്ടാണ് ഇവരെന്ത് ചെയ്തത്? ആരാധിച്ചത്. അതുകൊണ്ട് ചാർജ് ഷീറ്റ് ആർക്ക് തന്നെയാണ്? ശൈത്താൻ ആരാധിക്കൽ തന്നെയായി. മനസ്സിലായില്ലേ? നേരിട്ട് തന്നെ ആരാധിക്കുന്ന ഒരു വിഭാഗം എന്ന് പറയുന്നത് ഇന്ന് ലോകത്ത് ഇപ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കാലം കഴിഞ്ഞ് അൽ യസീദിയ എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടായിട്ടുണ്ട്. അവർ ശൈത്താനെ നേരിട്ട് പൂജിച്ചിരുന്ന ആളുകളാണ്. യസീദിയ, മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ മകനായ യസീദിൻ്റെ പേരിൽ ആദ്യ കാലഘട്ടത്തിൽ സംഘടിച്ചൊരു കക്ഷിയാണ്. പിന്നീടത് പല രൂപത്തിലുള്ള പരിണാമങ്ങൾക്ക് വിധേയമായിട്ട് അവർ ശൈത്താനാണ് ഏറ്റവും വലിയ ശക്തി എന്ന് പറഞ്ഞിട്ട് ശൈത്താനെ തന്നെ ആരാധിക്കുന്ന ഒരു സംഘടനയായി മാറി അൽ യസീദിയ. അവർ ശൈത്താനിട്ട് കൊടുത്ത പേര് പിന്നെ താവൂസുൽ മലക്ക് എന്നാണ്. മലക്കുകളുടെ കൂട്ടത്തിലെ മൈല് എന്നാണ്, നേതാവാണെന്നാണ്. കാരണം മലക്കുകളെക്കാണൊക്കെ പവർ മൂപ്പരിക്കായിരുന്നു. അതുകൊണ്ടാണ് മൂപ്പര് ഭയങ്കര സ്ഥാനമായിരുന്നു. അതുകൊണ്ട് മൂപ്പരിക്കാണ് ആരാധനയൊക്കെ കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞ് ശൈത്താനെ പൂജിക്കുന്ന, നേരിട്ട് ശൈത്താന് തന്നെയാണ് ഇബാദത്ത് കൊടുക്കേണ്ടത് എന്ന് വാദിച്ച് പഴച്ചു പോയൊരു കക്ഷിയാണ് അൽ യസീദിയ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അവർ ഇന്നും ഉണ്ട് എന്നാണ് മുഫസ്സിരീങ്ങൾ വിശദീകരിക്കുന്നത്. പലയിടങ്ങളിലും അവരുണ്ട് എന്നാണ്. ലബനാനുണ്ട്, സിറിയയിലുണ്ട്, അങ്ങനെ പലയിടങ്ങളിലും ഉണ്ട് എന്ന് പറയപ്പെടുന്നു. ഇന്നിൻ്റെ കാലഘട്ടം നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമ്മുടെ കേരളത്തിൽ തന്നെ സാത്താനെ നേരിട്ട് പൂജിക്കുന്ന ആളുകളുണ്ട്. സാത്താനിസം എന്നൊരു വിഭാഗം തന്നെ നമ്മുടെ നാട്ടിൽ തുടങ്ങിയിട്ടുണ്ട്. കേരളത്തിലെ മെട്രോ സിറ്റികളിലും അതല്ലാത്ത കേരളത്തിൻ്റെ ഏതാണ്ട് മിക്ക ജില്ലകളിലും വളരെ സ്വകാര്യമായി വലിയ വലിയ 5 സ്റ്റാർ ഹോട്ടലുകളിൽ ഇവരുടേതായ ആരാധനകൾ നടക്കുന്നുണ്ട്. സാത്താൻ പൂജ നടക്കുന്ന കേന്ദ്രങ്ങൾ കേരളത്തിലുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. ശൈത്താനെ നേരിട്ട് പൂജിക്കുന്ന കേന്ദ്രങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട്. ചില്ലറക്കാരും സാധാരണക്കാരും ഒന്നുമല്ല, വൻ സമ്പന്നരാണ് അതിലെ മെമ്പർമാർ. വലിയ പൈസക്കാരാണ് അത്രേ അതിൽ ചേരുള്ളൂ. അതിൽ ചേരാനുള്ള പ്രധാനപ്പെട്ടത് എന്താണ്? ഏത് മതവിശ്വാസിക്കും അതിൽ പോകാം. പോകുമ്പോൾ ഓരോ മതവിശ്വാസിയും അവരുടെ മതഗ്രന്ഥങ്ങളെ അവഹേളിച്ചുകൊണ്ട് വേണം അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ. അപ്പോൾ കയറിനോട് തന്നെ ആദ്യം തന്നെ ഒരു ഖുർആൻ വെച്ചിട്ടുണ്ടാവും, ബൈബിൾ ഉണ്ടാവും, ഗീത ഉണ്ടാവും. മാപ്പിളയെ കയറണമെങ്കിൽ ഖുർആൻ വെച്ച് ചവിട്ടി, വേണമെങ്കിൽ അതിമേൽക്കൊന്ന് പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് മൂത്രയിച്ചിട്ടൊക്കെ കയറണം. ഗീത ഉണ്ടാവും, ഇതേപോലെ ബൈബിളും ഉണ്ടാവും. ആ ഹാള് മുഴുവൻ അവർക്ക് 666 അവരുടെ ഭാഗ്യ നമ്പർ, 13 അവരുടെ ഭാഗ്യ നമ്പറാണ്. നമ്മൾ ഇബ്ലീസ് എന്ന് പറയുന്നത് ഏറ്റവും ക്രൈസ്തവർക്കിടയിൽ നിന്നാണ് ആളുകൾ കൂടുതൽ അതിലേക്ക് പോകുന്നത്. ഈ സാത്താൻ പൂജയുടെ ഏറ്റവും അതിൻ്റെ ആളുകളൊക്കെ അവരാണ്.
നമ്മൾ ശൈത്താൻ എന്ന് പറയണതിന് പകരം അവർ പറയണത് ലൂസിഫറാണ്. ലൂസിഫറിനെയാണ് ആരാധിക്കുന്നത്. തലതിരിച്ച കുരിശാണ് അവരുടെ അടയാളം, തലതിരിച്ച കുരിശ്. പിന്നെ 5 കോണുള്ളൊരു സ്റ്റാറും ഒക്കെ നമുക്ക് നെറ്റിൽ നോക്കിയാൽ കാണാൻ സാധിക്കും. അവരുടെ ഓഡിറ്റോറിയം മുഴുവൻ കറുത്ത പെയിൻ്റ് അടിച്ചിട്ടുണ്ടാവും. ഉള്ളിലേക്ക് കയറിയാൽ കാതടപ്പിക്കുന്ന വിധത്തിലുള്ള DJ ആയിരിക്കും സംഗീതം. ഇഷ്ടം പോലെ ലഹരിയും മയക്കുമരുന്നും അവിടെ സുലഭമായിരിക്കും. അവിടെ നടക്കുന്ന ആരാധനയുടെ അൾത്താരയിൽ പൂജിക്കാൻ വേണ്ടി, അവിടെ ആരാധിക്കാൻ വേണ്ടിയിട്ടുള്ള അൾത്താരയിൽ കിടത്തിയിട്ടുണ്ടാവുക നഗ്നയായ ഒരു പെണ്ണിനെയായിരിക്കും. നഗ്നമായ ഒരു സ്ത്രീയെ കിടത്തിയിട്ടുണ്ടാകും. അവരുടെ ജനനേന്ദ്രിയമാണ് അവരുടേതായ അൾത്താര. പിന്നെ അവിടുന്ന് നൽകപ്പെടുന്ന പ്രസാദം, അവരുടെ പൂജയ്ക്ക് വേണ്ടി അവരുപയോഗപ്പെടുത്തുന്നത്, അവിടെ കൂടിയ ആളുകളൊക്കെ പൂജിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുന്ന വസ്തുക്കൾ, മനുഷ്യ തലയോട്ടിയിൽ നിറച്ച മൂത്രം, സ്ത്രീകളുടെ അശുദ്ധ രക്തം അഥവാ മെൻസസ് രക്തം. കേരളത്തിലുണ്ടായ സംഭവങ്ങൾ പറയുമ്പോൾ ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞുതരാം. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒരു പെൺകുട്ടിക്കൊരു വീട്ടിൽ നിന്നൊരു കംപ്ലൈൻറ്റ്. ഈ പെൺകുട്ടി ആർത്തവ പീരീഡിൽ നിക്ഷേപിക്കുന്ന ഈ പാഡുകളൊക്കെ കാണാതാവുക. വീട്ടിൽ വേസ്റ്റ് ബോക്സിൽ പാഡ് ഇട്ടാൽ കാണൂല, കച്ചറി കൊണ്ടിട്ടിട്ടൊന്നുമില്ല, ആരുമില്ല, എങ്ങനെ പോയി എന്ന് മനസ്സിലാകുന്നില്ല. അത് വലിയൊരു വിവാദമായി നമ്മുടെ നാട്ടിൽ. അവസാനം പരിശോധനകൾ നടത്തി ചെന്ന് നോക്കുമ്പോൾ കള്ളൻ കപ്പലിൽ തന്നെയാണ്, ഈ കുട്ടിയുടെ അമ്മയാണ് ഇതിലെ പ്രതി. അമ്മ സ്ഥിരമായി സാത്താൻ പൂജയുടെ സ്ഥലത്തേക്ക് പോകുന്നയാളാണ്. അവിടേക്ക് ഈ സാത്താൻ പൂജക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് അശുദ്ധ രക്തം. അതുകൊണ്ട് ഇത് കൊണ്ടുപോവുകയാണ്. ഈ ഹൈലിൻ്റെ രക്തമായിട്ടുള്ള പാഡുകളൊക്കെ കടത്തിക്കൊണ്ടുപോവുക, മൂത്രം തലയോട്ടിയിലാക്കി കുടിക്കുക, അതുപോലെ തന്നെയുള്ള വൃത്തികെട്ട എന്തൊക്കെ കാര്യങ്ങളുണ്ട് അതൊക്കെ അവിടെ ചെയ്യണം. അതേപോലെ അന്ന് ചർച്ചയായതാണ്, ക്രിസ്ത്യൻ പള്ളികളിൽ നിന്നൊക്കെ ഓസ്തി കാണാനില്ല, തിരുവോസ്തി കാണാനില്ല. തിരുവോസ്തി മോഷണം പോവുക. തിരുവോസ്തി എന്ന് പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല. ഈ അച്ഛന്മാരുടെ ഇടവകകളിൽ, പള്ളികളിൽ അവരുടെ കുർബാനയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്ന കന്യാസ്ത്രീകൾ പ്രത്യേകം അവരുടെ തഖ്വയിലൊക്കെ കൂട്ടിക്കുഴച്ചിട്ടൊരു പൊടി കൊണ്ടുണ്ടാക്കുന്ന ഒരു അപ്പമാണ് ഓസ്തി. ഈ ഓസ്തി ഉണ്ടാക്കിയിട്ട് ആ അപ്പാണ് പള്ളികളിൽ കുർബാനയ്ക്ക് സമർപ്പിച്ചിട്ട് അവിടുത്തെ പുരോഹിതന്മാർ കുർബാനയുടെ അവസരത്തിൽ കൂദാശയൊക്കെ നടത്തിയിട്ട് അതിൻ്റെ പ്രത്യേകമായിട്ട് അത് കുർബാനയ്ക്ക് കഴിഞ്ഞിട്ടത് ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്യും. ഈ ഓസ്തി അതാണ് തിരുവോസ്തിയാവും. പിന്നെ എന്ന് പറഞ്ഞാൽ പിന്നെ അത് യേശു ക്രിസ്തുവിൻ്റെ ശരീരമാണ് ആവാഹിക്കുന്നത് എന്നാണ്. ആ അപ്പം കട്ടുകൊണ്ടു പോവുകയാണ് ഇടവകയിലുള്ള ആളുകൾ ഈ ടീമിന് കൊടുക്കാൻ വേണ്ടി. വമ്പം വിലയാണ്. കാരണം ഈ തിരുവോസ്തിയെ അപമാനിച്ച് അതിൽ ഹൈലിൻ്റെ രക്തവും മൂത്രമൊക്കെ ഒഴിക്കലാണ് ഇവരുടെ ആരാധനയുടെ ഒരു രീതി. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. ഇങ്ങനെ വൃത്തികെട്ട രൂപത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന, അതിൽ മെമ്പർഷിപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ 10,000-വും ലക്ഷങ്ങളും ഒക്കെയാണ്. ഇത് നമ്മുടെ കേരളത്തിൽ നടക്കുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സാത്താൻ പൂജാന്നോ ഒക്കെ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. മനോരമ ചാനൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. മറ്റു പല ചാനലുകളും ഇതിൻ്റെ വൃത്തികെട്ട ഈ കഥകളെങ്ങനെ പറഞ്ഞിരുന്നു. വമ്പൻ പണക്കാരാണ് ഇതിൻ്റെ ആൾ. അപ്പോൾ ഈ വിധത്തിൽ ഞാൻ പറഞ്ഞു വരുന്നത്, വിശുദ്ധ ഗ്രന്ഥങ്ങളെ അപമാനിച്ച്, കറുത്ത വസ്ത്രം ധരിച്ച്, മന്ത്രങ്ങളൊക്കെ തലതിരിച്ച് ചൊല്ലി, അതുപോലെ തന്നെ അവസാനത്ത് സമാപിക്കൽ എങ്ങനെയാണ്? കൂട്ടരതിയിലാണ്. എല്ലാവരും നഗ്നരാണ്. അവസാനം എല്ലാവർക്കും ആരെയും വേണമെങ്കിൽ പ്രാപിക്കാം. കാരണം ഒക്കെ ലഹരിയിൽ മയക്കുമരുന്ന് അടിച്ചിട്ടാണ് വ്യഭിചാരത്തോടുകൂടെ ആരാധന അവസാനിക്കും. അതാണ് സാത്താൻ പൂജയുടെ കോഴിക്കോടുണ്ട്, ആലപ്പുഴയിലുണ്ട്, കൊച്ചിയിലുണ്ട്, തിരുവനന്തപുരത്തുണ്ട്, പല ജില്ലകളിലുണ്ട്. ഇത് ഞാൻ പറയണതല്ല, ഇവിടെ പത്രക്കാർ റിപ്പോർട്ട് ചെയ്ത്, മീഡിയകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതൊക്കെ നമ്മുടെ കേരളത്തിൽ നടക്കുന്നുണ്ട്. ഇവർക്കെല്ലാ വളവും വെച്ച് കൊടുക്കുന്നത് ലഹരി മാഫിയകളാണ്, മയക്കുമരുന്ന്. കാരണം വൻ വ്യവസായമാണ് അവിടെ നടക്കുന്നത്. മയക്കുമരുന്നും ലഹരിയൊക്കെ ഏറ്റവും കൂടുതൽ വിൽക്കുന്നത് സാത്താൻ പൂജയുടെ കേന്ദ്രങ്ങളിലാണ്. അപ്പം അതൊക്കെ നടക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ ശൈത്താനെ നേരിട്ട് പൂജിക്കുന്ന, ആരാധിക്കുന്ന ആളുകളുണ്ട്. വിശുദ്ധ ഖുർആനും പറഞ്ഞില്ലേ, ഇയ്യദഊന മിൻ ദൂനിഹി ഇല്ലാ ഇനാസാ വഇയ്യദഊന ഇല്ലാ ശൈത്താനം മരീദാ. സൂറത്തുൻ നിസായിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, സൂറത്തുൻ നിസായിലെ
17-ാമത്തെ സൂക്തത്തിൽ കാണാം, ഈ യദഊന മിൻ ദൂനിഹി, അല്ലാഹുവിന് പുറമെ അവർ വിളിച്ച് പ്രാർത്ഥിക്കുന്നില്ല, ഇല്ലാ ഇനാസ, ചില ദേവികളെ അല്ലാതെ. ദേവിയേ ദേവിയേ എന്ന് വിളിക്കണ ആരനെ? ശൈത്താനാണ് ഈ ദേവികൾ. അപ്പൊ ഇല്ല ഇനാസ, അത് പല പേരുകളുണ്ടാവും. അവർക്ക് വൃത്തികേടാണ് അവർക്ക് ഏറ്റവും ഇഷ്ടം ശൈത്താൻ. അതുകൊണ്ടാണ് നമ്മളെ കൊടുങ്ങല്ലൂര് എന്തെന്നാ അവിടെ പറയല്, അവിടുത്തെ ദേവിക്ക് ഏറ്റവും പ്രസാദം എന്താണ്, ഏറ്റവും ഇഷ്ടം എപ്പോഴാ? പച്ച തെറി പറയുമ്പോഴാണ്. അതിവിടെ പറയാൻ പറ്റാത്ത തെറിയാണ്. അമ്മാതിരി തെറി ഇങ്ങനെ പറയുന്നിടത്തോളം ദേവി ഇങ്ങനെ സന്തുഷ്ടയാകുന്നതാണ്. അതാണ് കൊടുങ്ങല്ലൂർ ഭരണി അറിയുന്നത്. ഇനി അതാരും പരിശോധിക്കാനൊന്നും പോകണ്ട കേട്ടോ, അത് കേൾക്കാൻ സുഖമുള്ള വാക്കുകളൊന്നുമല്ല. ഇപ്പം ഞാൻ പറയണത് അതൊക്കെ ചെയ്താലും അവർക്ക് പ്രീതി ആവുള്ളൂ. വൃത്തികേടുകൾ എന്തൊക്കെ ചെയ്യണോ, വൃത്തികെട്ട സാധനങ്ങൾ ഇതൊക്കെയാണ്. അതൊക്കെ ശൈത്താനെ നേരിട്ട് പൂജിക്കുന്ന ആ വിധത്തിൽ. ഈ യദഊന മിൻ ദൂനിഹി ഇല്ലാ ഇനാസ, അവർ ചില പെൺ ദൈവങ്ങളെ അല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കുന്നില്ല. വഇൻ യദഊന ഇല്ലാ ശൈത്താനം മരീദാ, അതിധിക്കാരിയായ ശൈത്താനെ അല്ലാതെ അവർ വിളിച്ച് പ്രാർത്ഥിക്കുന്നില്ല എന്ന് ഖുർആൻ പറയും. ശൈത്താനെ നേരിട്ട് പ്രാർത്ഥിക്കുന്നവരും വിളിക്കുന്നവരൊക്കെ ഉണ്ട്. അത് ചാത്തനാവാം, ചേക്കുട്ടിപ്പാപ്പയാവാം, അങ്ങനെ പലരും പല പേരിലും ഉണ്ടാവും. ചാത്തൻ മഠങ്ങളില്ലേ കേരളത്തിൽ? ചാത്തൻ സേവ, അതിന് സാത്താൻ സേവ, അതിന് ചാത്തൻ സേവ ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊരു ഭാഗത്ത് അങ്ങനെ തന്നെ നടക്കുന്നുണ്ട്. ഞാനിപ്പോൾ എന്തിനാത് പറയണത്? അല്ലാഹു തആല പറഞ്ഞിട്ട് നിങ്ങൾ ശൈത്താനെ ആരാധിക്കരുതെന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടില്ലേ? അപ്പോൾ ശൈത്താനെ ലോകത്ത് ആരെങ്കിലും ആരാധിക്കുമോ? ആരാധിക്കുന്നവരുണ്ട്. നേരിട്ട് ആരാധിക്കുന്നവർ തന്നെ അന്നുമുണ്ട് ഇന്നുമുണ്ട്. ഇനി രണ്ടാമത്തതാണ് ഇവിടെ കൂടുതൽ. എന്ത്? ശൈത്താന്റെ കൽപ്പന പ്രകാരം അല്ലാഹു അല്ലാത്ത പലരെയും വിളിച്ച് പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നുണ്ട്. അത് ശൈത്താനിലേക്ക് ചേർത്ത് പറയുന്നു ആലങ്കാരികമായി. എന്തുകൊണ്ട്? അവൻ്റെ പ്രേരണ കൊണ്ടാണ് ഇതൊക്കെ എന്ത് ചെയ്യുന്നത്, നടക്കുന്നത്. ഇപ്പം റബ്ബല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചോളി, അവർ നിങ്ങൾക്ക് ഉത്തരം ചെയ്യും എന്ന് മനുഷ്യൻ്റെ മനസ്സിൽ ഇങ്ങനെ വ്യാമോഹങ്ങൾ ചൊരിഞ്ഞ് ആയത്തും ഹദീസൊക്കെ ദുർവ്യാഖ്യാനിക്കാൻ വേണ്ടി അവൻ്റെ മനസ്സിൽ ദുർവ്യാഖ്യാനങ്ങൾ ചമച്ചു കൊടുക്കുന്നത് ആരാ? ശൈത്താനാണ്. ശൈത്താൻ മനുഷ്യനെ പലതിനും പ്രേരിപ്പിക്കും. ശിർക്കിലേക്കും കുഫറിലേക്കും പ്രേരിപ്പിക്കും. അതൊരാളനുസരിച്ചാൽ നമ്മൾ ആരായി പോവും? മുശ്രിക്കായി പോകും. ശൈത്താൻ തന്നെ നമ്മളോട് മറ്റ് വൻപാപങ്ങൾ ചെയ്യാൻ കൽപ്പിക്കും. മദ്യപിച്ചോളാൻ പറയും, വ്യഭിചരിച്ചോളാൻ പറയും. എന്നാൽ ഒരാൾ മദ്യപിച്ചോ വ്യഭിചരിക്കോ ചെയ്തോ മുശ്രിക്കോ കാഫിറാവോ? ഇല്ല, പക്ഷെ വൻപാപിയാവും, തെമ്മാടിയാവും. മറ്റ് ചെറിയ ദോഷങ്ങൾ ചെയ്തോളാൻ പറയും. നല്ല നന്മയിലേക്ക് പോകുന്നതിൽ നിന്ന് വഴിതടയും. ഇങ്ങനെ പല വിധത്തിൽ ശൈത്താന്റെ പ്രലോഭനങ്ങൾ ഉണ്ടാകും. ഞാൻ പറയണത് എന്തിനാണെന്നറിയോ? ശൈത്താനെ നിങ്ങൾ അല്ലാ തഅബുദു ശൈത്താൻ എന്ന് പറഞ്ഞാൽ ശൈത്താനെ നിങ്ങൾ ആരാധിക്കരുത് എന്നുള്ളതിന് ചില ആളുകൾ അവിടെ അർത്ഥം വെക്കും. എന്ത്? ശൈത്താനെ നിങ്ങൾ അനുസരിക്കരുത്. അപ്പം ശൈത്താനെ അനുസരിച്ചാൽ എന്തായി? മുശ്രിക്കായി പോകും. അത് ഇബാദത്തിന് അനുസരണം എന്ന അർത്ഥമുണ്ട് എന്ന് പറയുന്നൊരു വിഭാഗം നമ്മുടെ നാട്ടിലുണ്ട്. അവർ കാര്യമായിട്ട് പിടികൂടുന്നൊരായത്താണിത്. ഞാനതിലേക്ക് ഇപ്പോൾ കിടക്കുന്നില്ല. അപ്പോൾ ആ വിഭാഗം പറയുന്നത് ഇബാദത്ത് ആരെ അനുസരിച്ചാലും നമ്മൾ ശിർക്കായി പോകും, ഗവൺമെൻറ്റിനനുസരിച്ചാൽ ശിർക്കായി പോകും, അതുകൊണ്ട് വോട്ട് ചെയ്യാൻ പാടില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നൊരു വിഭാഗം. ഇന്നിപ്പോൾ അവരൊക്കെ പല പേരുകളിലൊക്കെ മാറി മറിഞ്ഞു വന്ന് സ്ഥാനാർത്ഥികളെ സഹായിക്കുന്നവരും സഖ്യകക്ഷികളൊക്കെ ആയി മാറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ ശൈത്താനെ അനുസരിക്കരുത് എന്നവിടെ അർത്ഥം വെച്ച് ശൈത്താനെ അനുസരിച്ചാൽ ശിർക്കായി പോകും എന്ന് വന്നാൽ, ശൈത്താനെ അനുസരിച്ചു കൊണ്ട് ഒരാൾ കള്ളുടിച്ചാലോ, ഒരാൾ പുകവലിച്ചാലോ, ഒരാൾ മറ്റേതെങ്കിലും ചീത്തയായ പ്രവർത്തനം ചെയ്താലോ അത് ശിർക്കോ കുഫറോ ആകുന്നില്ല, മറിച്ച് അതൊരു വൻപാപമായി മാറും. അതേ അവസരത്തിൽ ശൈത്താൻ്റെ കൽപ്പന അനുസരിച്ചു കൊണ്ട് ഒരാൾ എന്ത് ചെയ്യാണ്? ശിർക്ക് ചെയ്യാണ്. അപ്പോൾ മുശ്രിക്കാവും. അനുസരണം എന്ന് പറയുന്നത് ഒരു കാലിച്ചാക്കാണ്. ചാക്കിൽ നിറക്കുന്ന വസ്തുവിനനുസരിച്ച് ചാക്കിൻ്റെ പേര് മാറും. പഞ്ചസാര നിറച്ചാൽ പഞ്ചാര ചാക്ക്, ഉപ്പ് നിറച്ചാൽ ഉപ്പും ചാക്ക്, മൈദ നിറച്ചാൽ മൈദച്ചാക്ക്. ശൈത്താനെ അനുസരിച്ചാൽ എന്തിലനുസരിച്ചു എന്നാണ് നോക്കുന്നത്, ഏത് വിഷയത്തിൽ അനുസരിക്കുന്നു എന്നുള്ളതാണ്. ഷിർക്കിലനുസരിച്ചോ ഷിർക്കിൻ്റെ അനുസരണം, വൻപാപത്തിലാണോ അനുസരിച്ചത് വൻപാപിയേ ആവുന്നുള്ളൂ, മുശ്രിക്കോ കാഫറോ ആകുന്നില്ല. അപ്പം അതൊക്കെ വേറൊരു വിഷയമാണ്. നിങ്ങൾ ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും പറ്റാവുന്നവരുണ്ടെങ്കിൽ മനസ്സിലാക്കുക. അപ്പം അതാണ് അതിനെ സംബന്ധിച്ച് ഞാൻ അത്രേ ഇപ്പോൾ പറയുന്നുള്ളൂ. അപ്പോൾ ഇബാദത്തിന് പറയാവുന്ന അർത്ഥം എന്ത് തന്നെയാണ്? ആരാധന എന്ന് തന്നെയാണ്. അനുസരണം എന്ന അർത്ഥം വെച്ചാൽ അതെല്ലായിടത്തും എന്താവൂല? ഫിറ്റാവൂല.
അതുകൊണ്ട് ചില ആൾക്കാരൊക്കെ പല തഫ്സീറുകൾ ഇയ്യാക നഅ്ബുദു, അള്ളാഹുവേ നിന്നെ മാത്രം ഞങ്ങൾ അനുസരിക്കുന്നു, നിനക്ക് മാത്രം ഞങ്ങൾ വഴിപ്പെടുന്നു എന്നൊക്കെ അർത്ഥം വെക്കലുണ്ട്. ഇത് തെറ്റാണ്. ഇയ്യാക നഅ്ബുദു, അള്ളാഹുവേ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, അതാണ്. അപ്പം അവിടെയൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ട് എന്നർത്ഥം. അപ്പോൾ പിന്നെ അതാണ് ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. അപ്പം എന്തായിരുന്നാലും പല വിധത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ മനുഷ്യനെ പഴപ്പിക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയിട്ടുള്ള ദുശക്തിയാണ് ആര്? ശൈത്താൻ. അതുകൊണ്ട് അതിൽ കുടുങ്ങരുത്. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ, ലാ തഅ്ബുദു ശൈത്താൻ ഇന്നഹു ലക്കും അദുവ്വും മുബീൻ. അവൻ നിങ്ങളുടെ വ്യക്തമായ ശത്രുവാണ്, നിങ്ങളുടെ വ്യക്തമായ ശത്രുവാണ്. അതുകൊണ്ടാണ് നന്മയുടെ കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ പോലും അവൻ എന്ത് പറഞ്ഞിട്ടുണ്ട്? അവിടെയൊക്കെ ഞാൻ പഴപ്പിക്കാൻ നോക്കുമെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ഖുർആൻ ഓതുമ്പോൾ പോലും ഫൈദാ ഖറഅ്തൽ ഖുർആന ഫസ്തഇദ് ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ഈ ഖുർആൻ ഓതുന്ന നേരത്താണെങ്കിൽ പോലും ആദ്യം എന്തു ചൊല്ലണം? അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പറയണം. നന്മകൾ മുടക്കും, നന്മകൾ ചെയ്യാതാക്കും. ഈ നന്മ ചെയ്യാനൊരുങ്ങുകയാണെങ്കിലോ അത് ബാത്തിലാക്കാൻ നോക്കും. അങ്ങനെയൊക്കെ ശൈത്താൻ മുന്നിലൂടെ പിന്നിലൂടെ വലതുവശത്ത് കൂടെ ഇടതുവശത്ത് കൂടെ നാനാവിധത്തിലും അവൻ്റെ ദുൽമുണ്ടാകും. അവിടെ നിങ്ങൾ വളരെ സൂക്ഷിച്ചോളി. ഇന്നഹു ലക്കും അദുവ്വും മുബീൻ വഅനിഅ്ബുദൂനി, നിങ്ങൾ എന്നെ മാത്രം ആരാധിച്ചോളൂ. ഹാദാ, ഇതാണ് സിറാത്തും മുസ്തഖീം, നേരായ വഴി ഇതാണ്, ഇതിൽ നിന്ന് തെറ്റിപ്പോകല്ലേ എന്നാണ് അള്ളാഹു പറയുന്നത്. ഇനി അടുത്ത ആയത്ത് വലഖദ് അളല്ല മിൻകും പറയുന്നത് ഇതിൻ്റെ വിഷയമാണ്. അത് നമുക്ക് ശേഷം വിശദീകരിക്കാം. എല്ലാവർക്കും ആരോഗ്യത്തോടെ ആഫിയത്തോടെ ഇനിയും അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തെക്കുറിച്ചുള്ള പഠനത്തിൻ്റെ സദസ്സുകളിൽ വരാനും ഇരിക്കാനും സഹകരിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കാനും ഒക്കെയുള്ള തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. എവിടെ വെച്ച് മരിക്കുകയാണെങ്കിലും യഥാർത്ഥ മുഅ്മിനായി മുത്തഖിയായി ലോകത്തോട് വിട പറയുന്ന സജ്ജനങ്ങളിൽ മഹാഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നല്ല അന്ത്യം അള്ളാഹു വിധിക്കുമാറാകട്ടെ. ദുർമരണങ്ങളിൽ നിന്ന് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങൾ വരാതെ റബ്ബിൻ്റെ കാവലുണ്ടാകട്ടെ. രോഗികൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. ربنا تقبل منا إنك أنت السميع العليم. اللهم صل على محمد وعلى آل محمد. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.